നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ നീക്കങ്ങൾ നടക്കുകയാണ്. നിർണായകമായ ഒരു ഘട്ടം അല്ലെങ്കിൽ ഒരു സമയം അല്ല എങ്കിൽ പോലും, അതായത് ഒരു തെരഞ്ഞെടുപ്പ് അങ്ങനെയുള്ള ഒരു സമയമല്ല എങ്കിൽ പോലും വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. പല രാഷ്ട്രീയ പാർട്ടികളും പിളരുന്നു. പലരും വിമതരുടെ ശല്യം കാരണം പ്രശ്നത്തിലാകുന്നു. അങ്ങനെ ഇപ്പോൾ മമതാ ബാനർജിക്കൊക്കെ നേരിട്ടത് അതിദാരുണമായ രാഷ്ട്രീയ അപകടമാണ്. അപ്പോൾ സാർ, ഇത് നോക്കുമ്പോൾ എന്താണ് സത്യത്തിൽ ദില്ലിയിൽ നടക്കുന്നത്? ഇതിൻ്റെയൊക്കെ പ്രയോജനം കിട്ടുന്നത് ഓരോ സംസ്ഥാനത്തൊക്കെയാണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെയൊക്കെ പ്രയോജനം നേരെ വരുന്നത് ദേശീയ രാഷ്ട്രീയത്തിലേക്കാണ്. അപ്പോൾ ദില്ലിയിൽ സത്യത്തിൽ എന്താണ് നടക്കുന്നത്? ഇല്ല, 1947 തൊട്ട് 2000 വരെ നടന്നുകൊണ്ടിരുന്നത് കോൺഗ്രസ് വേഴ്സസ് അതേഴ്സ് ആയിരുന്നു. ഇപ്പോൾ 2000-ന് ശേഷം BJP വേഴ്സസ് അതേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് കൺസോളിഡേഷൻ നമുക്ക് എല്ലായിടത്തും പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ BJPയുടെ രീതിയിലൊരു കൺസോളിഡേഷൻ വരികയാണെങ്കിൽ അതൊരു വളരെ ഡേഞ്ചറസ് കൺസോളിഡേഷൻ ആയിട്ടായിരിക്കും വരുന്നത്. കാര്യം ഈ ഒരു കൺസോളിഡേഷൻ വരുന്നത് ഏതെങ്കിലും ഒരു തത്വശാസ്ത്രത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആദർശത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോളിൻ്റെ പുറത്തോ ഒന്നുമല്ല വരുന്നത്. അതായത് ഇപ്പം നമ്മുടെ ഈ ലക്ഷ്യമില്ലാതെ പറക്കുന്ന ഉൽക്കകളെ പോലെയാണ് ഈ ചില രാഷ്ട്രീയ പാർട്ടികൾ മാറിപ്പോയത്. ഇതിൻ്റെ ഈ ആദ്യം BJP കളി തുടങ്ങിയത് കർണാടകയിലാണ് തുടങ്ങിയത്. ഓപ്പറേഷൻ താമര എന്നും പറഞ്ഞുകൊണ്ട് എതിർഭാഗത്തുള്ള MLA-മാരെ ചാക്കിടാനും പിടിക്കാനും ഒക്കെ നടക്കുമ്പോഴത്തേക്ക് അതുവരെ BJPയുടെ ഒരു ആദർശ നിലവാരത്തിൽ നിന്ന് അവരൊരിക്കലും പുറത്തു പോയിട്ടില്ലായിരുന്നു. ഇപ്പോൾ യെദ്യൂരപ്പയുടെയൊക്കെ ആ ഒരു സമയം വന്നപ്പോഴത്തേക്ക് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടും പിടിച്ചടക്കാൻ വേണ്ടി, കാര്യം അവിടെ ഒരു ത്രികോണ പോരുണ്ടായിരുന്നു എപ്പോഴും. അതായത് ജനതാദളും കോൺഗ്രസും BJPയും എന്നുള്ള രീതിയിൽ മൂന്ന് മുന്നണികൾ അവിടെ എപ്പോഴും സ്ട്രോങ് ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ജനതാദളിൻ്റെ മുന്നണി ഏകദേശം ഇല്ലാതായി. ഇപ്പോൾ കോൺഗ്രസ് വേഴ്സസ് BJP എന്നുള്ളൊരു ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ BJPക്ക് ദേശീയ തലത്തിൽ ലഭിക്കാൻ ഒരു സാധ്യതയും ഇല്ലായിരുന്ന അക്സെപ്റ്റൻസ് കഴിഞ്ഞ 10 വർഷമായിട്ട് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ആസാമിലൊക്കെ ഒരിക്കലും നമ്മൾ BJP വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ഥലമല്ല. 3 തവണ വന്നത്. അതെ, 3 ടേമായി. കാര്യം ആസാം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഏകദേശം കേരളത്തിന് സമാനമായ ഒരു വോട്ടിംഗ് പാറ്റേണിലായിരുന്നു ഒരു വർഷങ്ങളോളം നിന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് വെസ്റ്റ് ബംഗാളും ത്രിപുര ഒരിക്കലും വീഴുമെന്ന് നമ്മൾ വിചാരിച്ച ഒരു സംസ്ഥാനമല്ലായിരുന്നു. ത്രിപുര BJPയുടെ കയ്യിലോട്ട് വന്നു. അപ്പോൾ ഈ BJP അധികാരത്തിൽ വന്നതിനകത്ത് നമുക്ക് തെറ്റൊന്നും പറയാനില്ല, കാര്യം ജനഹിതമാണ് സംഭവിച്ചു എന്നുള്ളത്. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ് ആണ് വളരെ ദയനീയമായിട്ട് ഒരു കാഴ്ചയായിട്ടും അതെന്തായാലും ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു കാഴ്ചയല്ല ഉണ്ടാകുന്നത്. ഇപ്പം മമത തോറ്റിട്ട് മമതയുടെ കൂടെയുള്ള ആൾക്കാർ കംപ്ലീറ്റ് BJPയിലോട്ട് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു BJP കൺസോളിഡേഷൻ വരുമ്പോഴത്തേക്ക് ജനാധിപത്യത്തിൻ്റെ എപ്പോഴും ശക്തമായ ഒരു നിലവാരം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു ഒപ്പോസിഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒപ്പോസിഷൻ ഒരു ശബ്ദമൊന്നും പറയാനില്ല. ഇപ്പോൾ തന്നെ അധികാരം കിട്ടുമെന്നുണ്ടപ്പോൾ രാഹുൽ ഗാന്ധി ഇത്രയും കാലം ഉണ്ടായിരുന്ന പിന്നെ DMK വിട്ടിട്ട് വിജയുടെ കൂടെ പോകുന്നൊരവസരം വന്നു. അപ്പം അവർ ഭയങ്കര ഡിജക്റ്റഡാണ്. അവരിപ്പം ഡൽഹിയിലോട്ട് എപ്പോഴാണ് കേന്ദ്രമന്ത്രിസഭ വികസനം എന്ന് നോക്കി സ്റ്റാലിൻ ഇരിക്കുകയാണ്. അതെ. അപ്പം ഇത് ഒരു താത്വികമായിട്ട് അല്ലെങ്കിൽ ഒരു എത്തിക്കലായിട്ടുള്ള ഒരു കക്ഷി മാറ്റങ്ങളോ അല്ലെങ്കിൽ പവർ ട്രാൻസ്ഫറിങ്ങോ അല്ല. മാത്രമല്ല ഇപ്പോൾ NCPയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ മഹാരാഷ്ട്രയിൽ നോക്കുകയാണെങ്കിൽ ഈ ശിവസേനയും NCPയും ഒക്കെ 2-3 പ്രാവശ്യമാണ് പിളർന്ന് കോൺഗ്രസ് BJPയുടെ അലയൻസിലോട്ട് പോകുന്നത്. ഇപ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ ഒരു ത്രെഡ് ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതായത് കോൺഗ്രസും BJPയും എന്നുള്ള നിലയിൽ നിന്നിട്ട് അവിടെ ശിവസേനയ്ക്കും NCPക്കും സ്വന്തമായിട്ട് സ്വത്വങ്ങളുണ്ടായിരുന്നു. ആ സ്വത്വങ്ങൾ നഷ്ടപ്പെടുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനും പിന്നെ എൻ്റെ ഭാര്യ ഒരു തട്ടാനോ എന്നുള്ള രീതിയിൽ നമ്മുടെ ഉദ്ധവ് താക്കറെയും അദ്ദേഹത്തിൻ്റെ 1-2-3 MP-മാരും കൂടി ഇരിക്കുന്ന ഒരു അവസരമാണ്. നമ്മളൊക്കെ ബോംബെയിൽ ഉണ്ടായിരിക്കുമ്പോൾ മാധവശ്രീ ആണ് അവിടുത്തെ സെക്രട്ടേറിയറ്റും രാഷ്ട്രപതി ഭവനും എല്ലാം. അവിടെ നിന്നായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഇപ്പോൾ ഒരു പൂരം കഴിഞ്ഞ ഗ്രൗണ്ടിൻ്റെ അവസ്ഥയിലാണ്. അല്ലെങ്കിൽ മാധവശ്രീക്ക് മുന്നിൽ എപ്പോഴും ഒരു ആൾക്കൂട്ടമാണ്. അതെ, ഇപ്പോൾ പൂരം കഴിഞ്ഞ അധികാരം അവിടെ നിന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ബാൽ താക്കറെ രാഷ്ട്രപതിയെ പോലും ചെന്ന് കാണാറില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ മാധവശ്രീയിൽ വന്ന് കാണാനാണ് പറയുന്നത്. അങ്ങനെ ഉള്ള ഒരു പവറിൽ നിന്ന് എങ്ങോട്ടാണ് പോയത്? ഞാൻ ഓർക്കുന്നത് ശരിക്ക് നമ്മൾ കണ്ണ് നനഞ്ഞു പോയൊരു ഒരു ദൃശ്യമാണ് എനിക്ക് ഒരിക്കൽ കണ്ടത്.
ജയ് ശ്രീറാം വിളിച്ചതിന് മമത കാറിൽ നിന്ന് ഇറങ്ങി പ്രവർത്തകരെ ശകാരിക്കുന്ന ഒരു രംഗം കണ്ടു. കേരളത്തിൽ ഇതൊരു വലിയ കാര്യമല്ല, പക്ഷേ നോർത്തിൽ രാവിലെ ആൾക്കാർ പരസ്പരം അഭിസംബോധന ചെയ്യുന്നത് റാം റാം എന്നും പറഞ്ഞ് ജയ് ശ്രീറാം പറഞ്ഞ് നമ്മൾ ഗുഡ് മോർണിംഗിന് വരാം, അത് അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിപ്പോയി. അത് വരെ ഇവർ വളരെ ഒരു തറ സ്ത്രീ എന്നുള്ള രീതിയിൽ ഇറങ്ങി അവരെ കാറിൽ നിന്ന് ഇറങ്ങി ജയ് ശ്രീറാം വിളിച്ച് അഭിസംബോധന ചെയ്തവരെ അധിക്ഷേപിക്കുന്നതാണ് കണ്ടത്. നമുക്ക് വിയോജിക്കുന്നത് പോലെയല്ല അധിക്ഷേപിക്കുക എന്നുള്ള അവർ ഇന്നത്തെ അവരുടെ ആ ബംഗാളിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അവരുടെ അനന്തരവനെയും അവരുടെ MLA-മാരെയും പാർട്ടി നേതാക്കളെയും ചെരുപ്പുമാല അണിയിക്കുകയും ഏത്തൊടിയിക്കുകയും പിന്നെ നോട്ടുമാല അണിയിച്ചവർ ചെരുപ്പുമാല ഇടിയിക്കുന്നൊരവസ്ഥയും ചീമുട്ട അണിയിക്കുന്നൊരവസ്ഥയൊക്കെ അവർ ഈ പണ്ട് CPM ഇറങ്ങിയപ്പോഴത്തേക്ക് CPM നേതാക്കൾക്ക് പോലും ഇത്രയും മാരകമായിട്ടുള്ള ഒരു പ്രഹരം നാട്ടുകാരുടെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പം ജനങ്ങൾ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പലരും വീട്ടിനകത്തിരിക്കുന്നത്. പാർട്ടി അത് ഞാൻ പറഞ്ഞത് BJP കാണിച്ച ഒരു ഭീകരാവസ്ഥ എന്ന് ഞാൻ പറയുന്നില്ല. BJPയോട് വർഷങ്ങളോളം തപൻ സിഗ്ദർ എന്ന് പറഞ്ഞ ഒറ്റയാൾ പട്ടാളമായിരുന്നു. എനിക്ക് തോന്നുന്ന 70-80 തൊട്ട് 2000-2010 വരെ വൺമാൻ ആർമിയായിരുന്നു. തപൻ സിഗ്ദർ മാത്രമേ നമ്മുടെ BJP നമ്മുടെ കേരളത്തിൽ രാജഗോപാൽ എന്ന് പറയുമ്പോൾ ഒരു തപൻ സിഗ്ദർ മാത്രമായിരുന്നു അവിടെ അറിയപ്പെടുന്ന ബംഗാളിലെ BJP-കാരനായിട്ടുണ്ടായിരുന്നു ഒരുപാട് വർഷം. അതിനുശേഷമാണ് പിന്നീട് പലരും പാർട്ടിയിലോട്ട് വരുന്നതും പാർട്ടി വളർന്നതും ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്ന പ്രതിപക്ഷം ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോയിരിക്കുന്ന ഒരവസ്ഥ. ഞാൻ പറഞ്ഞു ഇത് നമുക്ക് സന്തോഷം തരുന്നതാണെങ്കിൽ പോലും ഇതൊരു ആരോഗ്യകരമായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ ഒരു രീതിയായിട്ട് നമ്മൾ കാണുന്നില്ല. ഇന്ന് ഒറീസയിൽ നമുക്കറിയാം 25 വർഷത്തോളം ഭരിച്ചുകൊണ്ടിരുന്ന പട്നായിക്ക് പടിയിറങ്ങി പോകേണ്ടി വന്നു. അവർക്ക് വളരെ നിസ്സാരമായിട്ടുള്ള MLA-മാരെ കൊണ്ട് നീങ്ങേണ്ടി വന്നു. ഈവൻ തമിഴ്നാട്ടിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു അല്ല BJP അല്ല ചെയ്തെങ്കിൽ പോലും തമിഴ്നാട്ടിൽ ഒരു സുനാമി വന്നപ്പോഴത്തേക്ക് അയാൾക്ക് വെറുതെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരവസ്ഥ വന്നു. പക്ഷേ അതിൻ്റെ ഒരു നേട്ടം വീണ്ടും BJP കൊയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം സ്റ്റാലിൻ ചിലപ്പോൾ പ്രോ BJP ലൈനിലോട്ട് പോയാൽ എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാര്യം ദേശീയ തലത്തിലൊരു നേട്ടമാണ്. ദേശീയ തലത്തിൽ അതൊരു നേട്ടമാണ്. കാര്യം BJPക്ക് ഇനിയും പെനിട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത 2 സംസ്ഥാനങ്ങൾ, ഇന്ത്യയിൽ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത 2 സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടുമാണ്. കാര്യം ഈ നമ്മൾ ബാലികേറ മലയെന്ന് വിചാരിച്ച കാശ്മീർ പോലും BJP ഭരിക്കുന്ന ഒരവസ്ഥയും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെയും ഒരു പിന്നെ നാഷണൽ കോൺഫറൻസ് MLA കൂറുമാറി BJPയിലോട്ട് വരുന്ന ഒരു കാര്യം. അത് ആന്ധ്രയിലും നോക്കുകയാണെങ്കിൽ ആന്ധ്രയിലും ഇത് തന്നെയാണ് അവസ്ഥ. ജഗ്മോഹൻ ഇത് പിന്നെ നമ്മുടെ തെലങ്കാനയിൽ ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു ഇപ്പുറത്ത് വന്നു. മാത്രമല്ല എതിർപക്ഷത്തു നിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന ഒരു അവസരം കാണുന്നുണ്ട്. ചുരുക്കത്തിൽ NCPയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. NCP നേതാക്കളുടെ NCP നിയമസഭാംഗങ്ങളുടെ മീറ്റിംഗ് BJP ഓഫീസിൽ കൊണ്ട് വിളിച്ചു കൂട്ടേണ്ട ഒരു ഗതികേട്. ശരത് പവാറിനെ പോലുള്ള നമ്മളൊരു ടോൾ ഫിഗറാണ്. നമ്മളൊക്കെ രാഷ്ട്രീയം പഠിച്ചു വന്ന സമയത്ത് ശരത് പവാറൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സോണിയാഗാന്ധിക്കൊക്കെ എതിരായിട്ട് വന്ന ഒരു മഹാരാഷ്ട്ര സ്ട്രോങ് മാൻ എന്ന് തന്നെ അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. അയാൾക്ക് BJP ഓഫീസിൽ വന്നിട്ട് മീറ്റിംഗ് കൂടേണ്ടി വരുന്ന ഒരു അവസരം നമ്മൾ ആലോചിച്ച് നോക്കുക. അയാളുടെ മരുമകൻ അപ്പുറത്ത് പോയി ബാക്കിയുള്ള MPമാരെല്ലാം പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ഇതിനിടയ്ക്ക് കോൺഗ്രസിൻ്റെ ഒരു റീയൂണിയൻ്റെ ഒരു സംസാരം വന്നെങ്കിലും അതിന് തക്കതായിട്ടുള്ള നേതാക്കൾ ഖാർഗെ എന്നും ഒരു നേതാവൊന്നും അല്ല. ഒരു എല്ലാ കോൺഗ്രസ്സുകാരുടെ ഒരു റീയൂണിയൻ വിളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മമതയാണെങ്കിലും ശരത് പവാർ ആണെങ്കിലും ഇവരെയൊക്കെ റീയൂണിയൻ കൊണ്ടുവന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ട ഒരു കോൺഗ്രസ്സിൽ എപ്പോഴും വരുന്നതാണ് വിട്ടുപോയ കോൺഗ്രസ്സുകാരെല്ലാം ഒന്നിക്കണം, കോൺഗ്രസ് നമ്മൾ സംഘപരിവാർ പോലെ കോൺഗ്രസ് സംസ്കാരമുള്ളവരെല്ലാവരും ഒന്നിക്കണമെന്ന് പറയുന്ന മുദ്രാവാക്യം കോൺഗ്രസ് വീക്കാകുമ്പോഴത്തേക്ക് എപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ പോകുമ്പോഴത്തേക്ക് ചെല്ലാൻ അവർക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും മമതയെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കുന്നത് കോൺഗ്രസ്സിന് തന്നെ അടിയാവുമെന്ന് അവർക്ക് തോന്നിയപ്പോഴത്തേക്ക് അവരതിൽ നിന്ന് പിന്മാറി. ചുരുക്കത്തിൽ ഈ BJPയുടെ ഒരു കൺസോൾട്ടേഷൻ ഒരു ഹെൽത്തി കൺസോൾട്ടേഷനായിട്ട് എനിക്ക് അഭിപ്രായമില്ല. കാര്യം ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നതും സ്ട്രെങ്ത് എന്ന് പറയുന്നതും ഓപ്പോസിഷൻ സ്ട്രോങ് ആയിരിക്കുകയും അവർക്ക് വിമർശിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കുമ്പോഴത്തേക്ക് മാത്രമാണ്. ഈ ഒപ്പോസിഷൻ പിന്നിലേക്ക് പോകുന്നതുകൊണ്ടാണോ ഈ കോക്രോച്ച് പാർട്ടി, ആം ആദ്മി പാർട്ടി ഇങ്ങനെയൊക്കെ? ഇല്ല, ഒപ്പോസിഷൻ എന്ന് പറയാൻ കോമൺ ആയിട്ട് ഒപ്പോസിഷൻ എന്ന് പറയാൻ ഇപ്പം ഒപ്പോസിഷൻ എന്ന് പറയാൻ പ്രതിപക്ഷത്തുള്ള ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ്സാണ്. കോൺഗ്രസിന് അധികാരത്തിലിരിക്കാൻ സാധിക്കുന്നത് കർണാടകയിലും ആന്ധ്രയിലും പിന്നെ തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലുമാണ്. ഈ 3 സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ എന്ത് സിഗ്നിഫിക്കൻസ് ആണുള്ളത്?
സൗത്ത് ഇന്ത്യയിലൊരു സൗത്ത് ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളും നോർത്ത് ഇന്ത്യയിൽ ആകെ അവർക്ക് അവശേഷിക്കുന്നത് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഏകദേശം 10% വോട്ടർമാരുള്ള ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ദേശീയ തലത്തിൽ അവർക്കൊരു നേതാവെന്ന് പറയാൻ ഒരാളില്ല. ദേശീയ തലത്തിലുമില്ല, പ്രാദേശിക തലങ്ങളിൽ ഇപ്പോൾ രേവന്ത് റെഡ്ഡി ഇപ്പോൾ ഉള്ളതുകൊണ്ട് അവരവിടെ ഡി കെ ശിവകുമാറും രേവന്ത് റെഡ്ഡിയൊക്കെ ഉള്ളതുകൊണ്ട് അവരവിടെ പോകുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് ദേശീയ തലത്തിൽ നേതാക്കളൊന്നുമില്ല. പ്രാദേശിക തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എടുത്തു പറയത്തക്ക നേതാക്കന്മാരാരുമില്ല. ഈ രീതിയിൽ പോകുന്നത് അതായത് ഇപ്പോൾ നമ്മൾ വേറൊരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഓരോ 20 വർഷം കഴിയുമ്പോഴത്തേക്കും കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തലമുറ മാറ്റങ്ങൾ വരാറുണ്ട്. 47-ന് ശേഷം 67-ൽ നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ ഒരു തലമുറ മാറ്റം വന്നു. അപ്പോൾ നെഹ്റുവിയൻ സോഷ്യലിസത്തിൽ നിന്നും ഇന്ദിരയുടെ പൊളിറ്റിക്സിലോട്ട് വന്നത് ഒരു നയപരമായിട്ടുള്ളൊരു മാറ്റവും ഒരു ജനറേഷൻ ഗ്യാപ്പുമാണ് വന്നത്. അപ്പോൾ 70 തൊട്ട് 67 തൊട്ട് 87 വരെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു അനാർക്കിയുടെ സമയമാണ്. സ്വന്തമായിട്ട് നമുക്ക് ഒരു പ്രധാനമന്ത്രിമാരില്ലാത്ത ഒരു രാജ്യമായിട്ട് നമ്മൾ മാറിയായിരുന്നു. ചന്ദ്രശേഖറും ചരൺ സിംഗും ഒക്കെ ചേർന്ന ഒരു കോമാളി രാഷ്ട്രീയമായിരുന്നു. അതിനുശേഷം അനിശ്ചിതത്വമായിരുന്നു. അരാജകത്വം ഒന്നും തന്നെ പറയാം, അനിശ്ചിതത്വമല്ല, അരാജകത്വം തന്നെയാണ്. കാര്യം ഈ 12 MP-മാരുള്ള DMK ഇന്ത്യ ഭരിക്കുന്നു എന്നുള്ള അവസ്ഥയിലോട്ട് എത്തുന്ന ഒരു അവസരത്തിലോട്ടാണ് പോയത്. അങ്ങനെ പോയി വരുമ്പോഴത്തേക്ക് അതിനുശേഷം 2007 തൊട്ട് 2027 വരെ BJPയുടെ ഒരു തലമുറയാണത്. ഒരു കൺസോൾട്ടേഷനാണ്. അതിപ്പം നമ്മുടെ ഇദ്ദേഹമായാലും നമ്മുടെ കോൺഗ്രസിൻ്റെ സർദാർജി ആയാലും നമ്മുടെ നരേന്ദ്രമോദി ആയാലും ഒരു പവർ കോൺസോളിഡേഷൻ, ഒരു ഭൂരിപക്ഷം നിലനിർത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ 27-ന് ശേഷം ഈ കണക്കനുസരിച്ച് ശരിയാണെങ്കിൽ 27-ന് ശേഷം വീണ്ടും ഒരു തലമുറ മാറ്റം വരേണ്ടതാണ്. പക്ഷേ ആ തലമുറ മാറ്റത്തിന് പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു തലമുറ രാഷ്ട്രീയത്തിലില്ല. വലിയൊരു ഗ്യാപ്പാണ് പോകുന്നത്. ആ ഗ്യാപ്പ് അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് വീണ്ടും 87-ന് ശേഷം ഉണ്ടായതുപോലെ ഒരു അരാജകത്തിലോട്ട് പോകണമെങ്കിൽ രാജ്യം ഒരുപാട് പുറകോട്ട് പോകും. നമ്മൾ നേടിയ നേട്ടങ്ങൾ ഈ 87 തൊട്ട് 2007 വരെ വലിയ നേട്ടങ്ങളൊന്നും ഇന്ത്യക്ക് ഒരു രംഗത്ത് ഉണ്ടാക്കാൻ പറ്റാത്ത കാര്യം രാഷ്ട്രീയമായിട്ടുള്ള അനിശ്ചിതത്വമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഇല്ലേ? അല്ല, അത് 20 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതൊരു മാറ്റം വരേണ്ടതാണ്. തലമുറ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, BJPയുടെ തലമുറ മാറ്റത്തിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ തലമുറയിൽ ഏത് നേതാവിനെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്? മുമ്പ് നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിക്ക് ശേഷം മഹാജൻ എന്നുള്ളൊരു പേരെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പം രണ്ടാമത്തെ തലമുറയിൽ ഇപ്പോൾ പിണറായി വിജയൻ അവശേഷിച്ച പോലെ രണ്ടാമത്തെ തലമുറയിൽ നേതാക്കന്മാർ അവശേഷിക്കാത്ത ഒരു കാര്യവും പാർട്ടിക്ക് നയങ്ങളിൽ ഒരു തീരുമാനം ഇല്ലാത്ത ഒരു കാര്യത്തിലോട്ടാണ് പോകുന്നത്. ഇതെപ്പോഴും ഒരു പതനത്തിലോട്ടേ പോകത്തുള്ളൂ. ഇപ്പം വാജ്പേയിയുടെ സമയത്താണെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങളെല്ലാം BJP നാഷണൽ എക്സിക്യൂട്ടീവിന് മുമ്പ് വരും. പാർട്ടി തീരുമാനം എടുക്കും. CPM-ൻ്റെ അതേ രീതിയിലാണ് പാർട്ടി തീരുമാനം എടുക്കും. പഴയ CPM-ൻ്റെ പാർട്ടി തീരുമാനം എടുക്കും. പാർട്ടി തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ് ക്യാബിനറ്റിൻ്റെ രീതി. ഇപ്പം പാർട്ടി തീരുമാനം എവിടെ? ഇപ്പോൾ ഞാനത് അപഹാസ്യമായിട്ട് പറയല്ല. പണ്ട് വെസ്റ്റ് ബംഗാളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോഴത്തേക്ക് ക്യാബിനറ്റ് മീറ്റിംഗ് അവരുടെ ഓഫീസിൽ വെച്ച് കൂടും. CPI-ക്കാർക്കോ ഫോർവേഡ് ബ്ലോക്കുകാർക്കോ എന്തെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ അവർക്ക് ഫയൽ കൊടുത്തേക്കാം. ഫയലിൽ തീരുമാനം എടുത്തിട്ട് അവരറിയിക്കും, നിങ്ങൾക്ക് ഇതൊക്കെ മതിയെന്ന് പറയും. ആ ഒരു അവസരത്തിൽ തന്നെയാണ് ഇപ്പോൾ അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ BJP. അതിൻ്റെ റിവേഴ്സാണ് അന്ന് അവർ ചെയ്തത്. അന്ന് അവർ ചെയ്തത് ഇപ്പോൾ BJP ചെയ്യുന്നുള്ളൂ. ഇപ്പം ജനാധിപത്യപരമായ ഒരു പ്രക്രിയയോ ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു സംവാദങ്ങളോ BJPക്ക് അകത്ത് നടക്കുന്നില്ല. അത് നടക്കാത്തത് കൊണ്ടാണ് രണ്ടാമത്തെ തലമുറയിലുള്ള നേതാക്കളുണ്ടാവാത്തത്. സംഘടന വീക്കായിപ്പോയി. കാര്യം ഇപ്പം നമ്മളൊരു പാർട്ടിയുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും വെച്ച് നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും മുൻതൂക്കം രാഷ്ട്രീയ പാർട്ടിയിൽ പാർട്ടി പ്രസിഡന്റാണ്. ഇപ്പോൾ പാർട്ടി പ്രസിഡന്റായവരെല്ലാവരും ക്യാബിനറ്റിലിരിക്കുന്ന ഇപ്പം നിതിൻ ഗഡ്കരി ആയാലും നമ്മുടെ പ്രതിരോധ മന്ത്രി ആയാലും നദ്ദ ആയാലും ഇവരൊക്കെ ക്യാബിനറ്റിൽ പ്രധാനമന്ത്രിക്ക് താഴെ ഇരിക്കുന്ന ഒരു അവസരം വന്നപ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം പാർട്ടിക്ക് ഗവൺമെൻറ്റിലുണ്ടായിരുന്ന മേൽക്കൈ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ പാർട്ടിക്കാണ് മേൽക്കൈ ഉണ്ടാവേണ്ടതും പ്രധാനമന്ത്രി ഒരു ടൂൾ ആവേണ്ടതുമാണ്. അതിൻ്റെ കൺസെപ്റ്റ് അതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പ്രധാനമന്ത്രി അതോറിറ്റിയും പ്രസിഡൻറ്റും ബാക്കി ആൾക്കാരെല്ലാം ടൂൾസും ആവുന്ന ഒരു അവസ്ഥയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രക്ഷോഭനമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. താൽക്കാലികമായിട്ട് ഇതൊക്കെ ഗ്ലിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെവിടെ ഒരു അവസാനം വരും എന്നുള്ള കാര്യം വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന സൗബിൻ എന്ന് പറയുന്ന ആൾ, ഞാൻ കളിയാക്കി പറയല്ല, ഒരു ഡൈങ് ഇൻ ഹാർനസ് പ്രൊഡക്റ്റാണ്. 45 വയസ്സേ ഉള്ളൂ.
അപ്പോൾ ഇയാൾക്ക് ഏതൊക്കെ നേതാക്കളെ ഏതൊക്കെ രീതിയിൽ വിലയിരുത്താനും ഭരിക്കാനും നിർദ്ദേശങ്ങൾ കൊടുക്കാനും നടപ്പിലാക്കാനും കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നദ്ദയ്ക്ക് രാഷ്ട്രീയത്തിൽ പാർട്ടിയിൽ വലിയ കൺട്രോളൊന്നും ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അമിത്ഷായ്ക്ക് ശേഷം അങ്ങനെയുള്ള ആരും വന്നിട്ടില്ല. അമിത്ഷായ്ക്ക് പാർട്ടിയിൽ കൺട്രോൾ, അതിനുശേഷം വരുന്നവർക്ക് പാർട്ടിയിൽ കൺട്രോളില്ല. പാർട്ടിയിൽ കൺട്രോൾ ഇല്ലെങ്കിൽ പാർട്ടിക്ക് എന്താ വിലയിരിക്കുന്നത്? പാർട്ടിക്ക് വിലയില്ലെങ്കിൽ നയം ആരാ രൂപീകരിക്കുന്നത്? ക്യാബിനറ്റ് ഒരു നയരൂപീകരണ മേഖല അല്ല. പക്ഷേ ഇപ്പോഴും ഒരു പൊളിറ്റിക്കൽ കോൺസെൻട്രേഷൻ BJPയിലേക്ക് പോകുന്നുണ്ടല്ലോ. സകലമാന MLA-മാരും സകലമാന MP-മാരും മഹാരാഷ്ട്ര ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പോലും പഞ്ചാബിൽ നിന്ന് എല്ലാവരും. ഞാൻ അതാണ് പറഞ്ഞു വന്നത്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയിൽ, ഒറീസയിൽ, കാശ്മീരിൽ, ഈവൻ പിന്നെ നമ്മുടെ രാജസ്ഥാനിൽ പോലും പൈലറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് ചാഞ്ചാടി നിൽക്കുകയാണ്. ഗെഹ്ലോട്ടാണോ വസുന്ധരയാണോ, അങ്ങനെ ഒരു 2-3 ഗ്യാപ്പുകൾ അവിടെ കിടപ്പുണ്ട്. വസുന്ധര ഉള്ളത് കൊണ്ടാണ് പൈലറ്റ് വരാത്തതെന്നും അങ്ങനെ. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആ ഒരുമിച്ചുള്ള പോക്ക്, ഈ എന്താ പറയുന്നത്, ഈ കുഴലൂതുന്ന ആളുടെ പുറകെ എലികൾ പോയതുപോലെ ഇങ്ങനെ പോകുന്നൊരു പോക്ക് ജനാധിപത്യത്തിന് അപകടമാണോ, രാജ്യത്തിന് അപകടമാണോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അതായത് ജനാധിപത്യത്തിൽ ആവശ്യമായിട്ടുള്ള ചർച്ചകൾ, സംവാദങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ ഒന്നും നടക്കുന്നില്ല. നടക്കാതെ വരുമ്പോഴത്തേക്ക് അടുത്ത തലമുറയിൽ അനിശ്ചിതത്വം ഉണ്ടാവുകയും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ശക്തമായ ഒരു തോൽവി ഉണ്ടാവുകയാണെങ്കിൽ BJP ഡിഫൻസിലോട്ട് പോകും. MP-മാരുടെ എണ്ണം അവിടെ സേവ് ചെയ്യാൻ പോകുന്നില്ല. കാര്യം ഇപ്പം നമ്മൾ കഴിഞ്ഞവണ് തന്നെ നമ്മളിപ്പം ഡിക്ലൈൻ നോക്കുകയാണെങ്കിൽ, വേറൊരു സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് BJP ഈ രീതിയിൽ ചെയ്യുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ തവണ 73ഓളം MP-മാരുണ്ടായിരുന്ന UP-യിൽ 43-ലോട്ട് പോയി. അതുകൊണ്ടാണ് BJPക്ക് സ്വന്തമായിട്ട് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും ഘടകകക്ഷികൾ പറയുന്ന കേട്ട് നിൽക്കേണ്ടിയും വരുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ വന്നത്, BJP വന്നത്. അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുന്നുണ്ട്. അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് BJPക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്തായിരിക്കും? നമ്മൾ യുദ്ധത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു യുദ്ധത്തിന് BJP, ജനാധിപത്യപരമായ ഒരു യുദ്ധത്തിന് BJP തയ്യാറാണോ? അവരിൽ ഫണ്ടുണ്ട്, സ്പോൺസേഴ്സ് ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ആശയപരമായിട്ട് അവർക്ക് ആരോട് എതിരിടാൻ പറ്റും? കാര്യം അയോധ്യയിൽ ഉണ്ടായ ഈ വിവാദങ്ങൾ തന്നെ അടുത്ത UP ഇലക്ഷനെ ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളത് നമുക്ക് വിലയിരുത്താറായിട്ടില്ല. അതിൻ്റെ ഒരുപാട് കാര്യങ്ങളിലോട്ട് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഈ തലമുറ മാറ്റം വരികയും ജനാധിപത്യത്തിൽ ഞാൻ പറയുന്നത് കോൺഗ്രസിനെ പോലുള്ളൊരു ആൾട്ടർനേറ്റ് ഇല്ലാതിരിക്കുന്ന ഒരു അവസരത്തിൽ ഇപ്പം നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നെങ്കിലും രാജിവെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ചാർജ് എടുക്കാൻ പറ്റുമെന്ന് അത് എന്നെ കൊണ്ടുവരില്ല, അതിന് വേറെ ആരെങ്കിലും വരുമെന്ന് പറയുന്ന ഒരു അവസരത്തിലാണ്. അവിടെയാണ് BJPയുടെ ശക്തി. അല്ല, അത് BJPയുടെ ശക്തി എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും രാജ്യത്തിൻ്റെ ദൗർബല്യമാണത് കാണിക്കുന്നത്. ഇപ്പം നാളെ ഇരുന്ന് നമ്മുടെ നരേന്ദ്രമോദിജിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആര് രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ പാർട്ടി തോറ്റു കഴിഞ്ഞാൽ എതിർപക്ഷത്ത് ആര് മുന്നിലോട്ട് വരുമെന്നുള്ളത് നമുക്ക് അവിടെയാണ് നമ്മൾ ജനാധിപത്യത്തിൻ്റെ ആ ഒരു നഷ്ടം നമ്മൾ നോക്കുന്ന കാര്യം. ആ മുമ്പ് ഉണ്ടായിരുന്ന അരാജകത്വത്തിൻ്റെ കയ്പ് നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. 87 തൊട്ട് 99 വരെ നമ്മൾ അനുഭവിച്ചത് അതേ രീതിയിൽ ഒരു 10 വർഷം കൂടെ ഇന്ത്യക്ക് അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ നേടിയ നേട്ടങ്ങൾ മുഴുവൻ പുറകോട്ടായി പോകുമെന്നുള്ള ആ ഒരു ഭയമാണ്. അല്ലാതെ എനിക്ക് BJPയെ ഇകഴ്ത്താനോ അല്ലെങ്കിൽ ആരെങ്കിലും പുകഴ്ത്താനോ അല്ല ഞാൻ ശ്രമിച്ചത്. പക്ഷേ നമ്മളതിൽ എപ്പോഴും ഒരു ആൾട്ടർനേറ്റീവ് പ്ലാൻ ബി നമ്മളതിൽ എപ്പോഴും ഉണ്ടാവണം. നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് പറഞ്ഞാൽ രാജിവെച്ചിട്ട് എനിക്ക് അധികാരം തരണമെന്ന് അതും കൂടെ പറയാൻ കഴിവുള്ള ഒരാൾ വന്നിരുന്നെങ്കിൽ നമ്മൾ എണീറ്റ് നിന്ന് അപ്രീഷിയേറ്റ് ചെയ്തതിന്. അതെ. പക്ഷേ നിങ്ങൾ പോയി അതിന് ശേഷം എന്ത് ചെയ്യും? അതിനുശേഷം എന്തോ ചെയ്യട്ടെ എന്നാണ്. നരേന്ദ്രമോദി രാജിവെച്ചിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ധർമ്മേന്ദ്ര പ്രധാൻ ഒറ്റയ്ക്കാണോ കാര്യം ചെയ്തത്? അല്ല. അപ്പോൾ ഈ കോക്രോച്ച് പാർട്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിതൊക്കെ കളി തമാശയായിട്ട് നമ്മൾ പറഞ്ഞു വരികയാണെങ്കിലും ജനങ്ങളുടെ അകത്ത് ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മൾ സൈലൻ്റായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ആ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സൈലൻ്റായിട്ട് ചിന്തിച്ച ആൾക്കാരാണ് അവരെ എടുത്ത് കളഞ്ഞത്. അത് കഴിഞ്ഞ് ജനതാ പാർട്ടി പെർഫോം ചെയ്യാതെ വന്നപ്പോഴത്തേക്ക് സൈലൻ്റായിട്ട് ചിന്തിച്ച ആൾക്കാരാണ് വീണ്ടും ഇന്ദിരാഗാന്ധി തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ സൈലൻ്റായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് ചിന്തിക്കുന്നുണ്ടെന്നും അവരാണ് എപ്പോഴും നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് മാറുന്നതെന്നും അവരാണ് നയങ്ങൾ തീരുമാനിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട. BJPയിൽ ഉണ്ടായിരുന്ന ഇലക്ട്രൽ വിക്ടറിയും ഈ രീതിയിൽ വന്നു ചേരുന്ന പണ്ട് നമ്മളെ വീണ ജോർജിനെ പോലെ പറഞ്ഞ പോലെ വന്നു കയറുന്ന BJPക്കാർ ഒരുപാട് പേരുണ്ട്.
നിന്ന BJP-ക്കാരെ പോലെ വരത്തില്ല വന്ന് കയറുന്ന BJP-ക്കാർ. ഇവരെല്ലാം കൂടെ കൊണ്ട് പാർട്ടി ഏത് രീതിക്ക് ആക്കുമെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഈ വന്ന എല്ലാവരും നോക്കുന്നത് കേന്ദ്രമന്ത്രിസഭയിൽ ഉടനെ ഈ വരുന്നതിനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാകരയാണ്. അടുത്ത് കേന്ദ്രമന്ത്രിസഭ വികസനം വരുന്നുണ്ട്. ഒരു 10ഓളം മന്ത്രിമാർ പുറത്ത് പോയിട്ട് പുതുതായിട്ട് വരുന്നവരൊക്കെ പഞ്ചാബിൽ ഇലക്ഷൻ വരുന്നുണ്ട്, അവിടെ നിന്ന് കയറ്റം. UP ഇലക്ഷൻ വരുന്നുണ്ട്, അവിടെ നിന്ന് കയറും. പിന്നെ ഈ UP-യിൽ നിന്ന് അങ്ങേര് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് രാജ്യസഭയിൽ കയറിയിട്ടുണ്ട്, അങ്ങേര് പ്രതീക്ഷിക്കുന്നുണ്ട്. ബീഹാറിൽ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, സ്റ്റാലിൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവരെല്ലാം കൂടെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? അതെ, എന്തായാലും പൊളിറ്റിക്കൽ വിജയങ്ങൾ, രാഷ്ട്രീയ വിജയങ്ങൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ തന്ത്രങ്ങൾ, അതെല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അത് ജനാധിപത്യത്തിന് എത്രത്തോളം ആരോഗ്യകരമാണ് എന്നതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. നമസ്കാരം.